എനിക്ക് തോന്നുന്നു ഈ അന്തരീക്ഷ ഊഷ്മാവിൽ വ്യത്യാസം വരുമ്പോൾ അല്ലെങ്കിൽ ചൂട് വളരെ കൂടിയൊരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ നമ്മൾ ഈ തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യരൊക്കെയുള്ള ഭാഗത്തേക്ക് കൂടുതൽ വരുന്നതായിരിക്കാം. അല്ലാതെ പാമ്പിന്റെ എണ്ണം കൂടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടോ ആണെന്ന് തോന്നുന്നില്ല. ഒന്ന് ഈ മുറിവിന്റെ അടയാളം നോക്കിയിട്ട് കടിച്ചത് പാമ്പാണോ അല്ലെങ്കിൽ വിഷമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ എന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ല. അത് സയന്റിഫിക്കലി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് പക്ഷെ പല സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പല ആൾക്കാരും അങ്ങനെ പാമ്പ് കടി നോക്കിയിട്ട്, കാരണം രണ്ട് പല്ലിന്റെ അടയാളം ഉണ്ടെങ്കിൽ അത് വിഷപ്പാമ്പാവാം അല്ലെങ്കിൽ വിഷപ്പാമ്പാവില്ല, ഇങ്ങനെ രീതിയിലൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ വെച്ച് ഈ മുറിവിന്റെ ഈ അടയാളമോ അല്ലെങ്കിൽ മുറിവിന്റെ രൂപമോ വെച്ചിട്ട് നമുക്കത് പാമ്പ് കടിയാണോ അല്ലയോ എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. നമുക്ക് കൃത്യമായൊരു ബ്ലഡ് ടെസ്റ്റ് വെച്ചിട്ടല്ല, ഈ കണ്ണ് മങ്ങുന്നു അല്ലെങ്കിൽ ശരീരത്തിൽ വേറെ ഏതെങ്കിലും ഭാഗത്തൊരു വേദന ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് പാമ്പ് കടി മാത്രമല്ല, അത്തരത്തിലുള്ള പല രോഗങ്ങളുണ്ട്. നമ്മൾ സാധാരണ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഈ തലച്ചോറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, അതേപോലെ നരമ്പുകളെ ബാധിക്കുന്ന മറ്റ് പല രീതിയിലുള്ള അസുഖങ്ങൾ, ചില വിഷ പദാർത്ഥങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്താം. നമുക്ക് കൃത്യമായി ഇത്തരത്തിലുള്ള ഈ കാഴ്ചയ്ക്ക് വ്യത്യാസം വരിക, രണ്ടായിട്ട് കാണുക, അല്ലെങ്കിൽ ശാസ്ത്രത്തിന് ചെറിയ ബുദ്ധിമുട്ട് വരിക, വയറുവേദന വരിക, ഇത്തരം രോഗലക്ഷണങ്ങളൊക്കെ ആയിട്ട് ഒരു കുട്ടി അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ പാമ്പ് കടി, പ്രത്യേകിച്ച് ഈ ക്രേറ്റിനുള്ള വ്യത്യാസം താങ്കൾ പറഞ്ഞ പോലെ ഈ കടിച്ച ഭാഗത്ത് വേദന ഒരിക്കലും ക്രേറ്റിന് ഉണ്ടാവില്ല. ആ കുട്ടി അധികം വയറുവേദന ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഈ കടിച്ച ഭാഗത്ത് വേദനയും അല്ലെങ്കിൽ കടിച്ച പോലെ ഒരു സംശയം തോന്നി നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങളുമായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയ ശേഷം അത് പാമ്പ് കടിയാണെന്ന് ഡോക്ടർക്ക് തോന്നുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വലിയ നെഗ്ലിജൻസ് ആണ്, സംഭവിക്കാൻ പാടില്ല.